ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്ക് ഇറാനി പോളയാണ്. ഇറാനി പോള നമ്മൾ മിക്ക ആൾക്കാരും നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ചിക്കൻ 65ൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ പീസസ് ആണിത്. പിന്നെ മുകളിൽ ജസ്റ്റ് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ നോർമലായിട്ട് പൊരിച്ചെടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് അതിൽ നിന്ന് മാറ്റിയെടുത്താലും മതി. അടുത്തായിട്ട് ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള ചിക്കൻ ഇട്ടിട്ട് ആ മസാല ഒന്ന് മാറ്റി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട, 1/4 കപ്പ് പാല്, 1/4 കപ്പ് മൈദപ്പൊടി, കുറച്ച് ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക 5 മിനിറ്റ്. അതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വരുന്ന ഈ മൈദയുടെ മിക്സ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ചിക്കൻ പീസസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അടുത്തായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് തട്ടി കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് നോമ്പിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.